എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് കള്ളപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, പാലപ്പം ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്രയും വെള്ളം കള്ളപ്പത്തിന് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പാലപ്പത്തിനുള്ള മാവ് പൊങ്ങി വരുന്നത് പോലെ കള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരേണ്ട ആവശ്യമില്ല. തേങ്ങയും കപ്പിയും ഒക്കെ ചേർത്തിട്ടാണ് കള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കള്ളപ്പം ഉണ്ടായി വരും. കള്ളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനും പുട്ടുണ്ടാക്കുന്നതിനുമൊക്കെ ഈ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അരി ഒരുപാട് സമയം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാം. ഒരുപാട് സമയം വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പുളിരുചി ഉണ്ടാകും. ആദ്യത്തെ പ്രാവശ്യം അരച്ച കൂട്ടിൽ നിന്ന് 6 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. ഇതിനു മുൻപ് ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിൽ കപ്പി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കുറേ പേർ കപ്പി എന്താണെന്ന് സംശയം ചോദിച്ചിരുന്നു. അപ്പത്തിനരയ്ക്കുന്ന മാവിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുന്നതിനാണ് കപ്പി എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. 6 ടേബിൾ സ്പൂൺ അപ്പത്തിനരച്ച മാവ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം കപ്പി കുറുക്കിയെടുക്കാൻ. ഒരുപാട് തീ ആയിട്ടുണ്ടെങ്കിൽ കപ്പി അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം. ബാക്കി ചേരുവകളൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഈ കപ്പി തണുത്ത് വന്നിരിക്കും. ഈ ഒരു പരുവത്തിലാണ് ഇവിടെ കപ്പിയായി വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ലൂസായാലും കുറച്ച് ടൈറ്റായി പോയാലും കുഴപ്പമില്ല. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ശരിയായി വരും. അടുത്തതായി ബാക്കി പകുതി അരി കൂടെ അരച്ചെടുക്കാം. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, 3/4 ടീസ്പൂൺ ജീരകം ഇവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ചേരുവകളാണ് കള്ളപ്പത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നീട് മാവൊക്കെ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ കൂട്ടും അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങയും കൂടെ ചിരണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കള്ളപ്പത്തിന് കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയേ ചേർക്കുന്നുള്ളൂ. തേങ്ങ അരയ്ക്കുന്നതിലൂടെ കപ്പിയും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കാതെ വെറുതെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം മിക്സി ഓഫ് ചെയ്യാം. കള്ളപ്പത്തിനുള്ള ചേരുവകളെല്ലാം അരച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് 1/4 ടീസ്പൂണിനും താഴെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതുപോലെയുള്ള സാധാരണ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ 5-10 മിനിറ്റ് ഇട്ട് വയ്ക്കാം. അതിനുശേഷം അപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കള്ളപ്പത്തിൻ്റെ കൂട്ട് കൈകൊണ്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച് ഒരു 8 മണിക്കൂർ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കള്ളപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ കള്ളപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ കള്ളപ്പം ചുട്ടെടുക്കുന്നതിന് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തന്നെ ഉപ്പ് ചേർത്തതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഇനി കള്ളപ്പം ചുട്ടെടുക്കാം. ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കള്ളപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. മാവൊഴിച്ച് 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മറിച്ചിട്ടതിന് ശേഷം ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യം കള്ളപ്പം ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.